രാഗരസത്തിൽ ഇന്ന് കാമ്പിരാഗത്തെ പരിചയപ്പെടാം. കാമ്പിരാഗം 22ാമത്തെ മേളകർത്താരാഗമായ ഖരഹരപ്രിയയിലാണ് ജന്യം. ആരോഹണം അവരോഹണം. സരേ മാ പാ നീ സാ സാ നീ ദ നീ പാ മാ ഗ രീ സാ. ഷഡ്ജപഞ്ചമ സ്വരങ്ങൾക്ക് പുറമേ ചതുശ്രുതി ഋഷഭം, സാധാരണ ഗാന്ധാരം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, ചതുശ്രുതി ദൈവതം, കൈശികി നിഷാദം, കാകലി നിഷാദം, ശുദ്ധദൈവതം എന്നിവ ഈ രാഗത്തിൽ വരുന്ന സ്വരസ്ഥാനങ്ങളാണ്. ഔഡവ സമ്പൂർണ്ണ രാഗം. 3 അന്യസ്വരങ്ങൾ വരുന്ന ഒരു ഭാഷാംഗരാഗമാണിത്. മഗ മഗരി എന്ന പ്രയോഗത്തിൽ അന്തരഗാന്ധാര പ്രയോഗവും പദപഗരി എന്ന പ്രയോഗത്തിൽ ശുദ്ധദൈവതവും പ്രയോഗിച്ചു വരുന്നു. റീമ പനീസ എന്ന പ്രയോഗത്തിൽ കാകളി നിഷാദമാണ് വരുന്നത്. ഈ 3 അന്യസ്വരങ്ങളാണ് ഈ രാഗത്തിൽ വരുന്നത്. അതായത് മേളകർത്താരാഗമായ ഖരഹരപ്രിയയിൽ നിന്നും വ്യത്യാസമായി ഖരഹരപ്രിയയുടെ സ്വരസ്ഥാനം കൈശികി നിഷാദവും സാധാരണ ഗാന്ധാരവുമാണ്. ഇതിൽ അന്തരഗാന്ധാരവും കാകളി നിഷാദവും ശുദ്ധദൈവതവും വരുന്നതുകൊണ്ട് ഈ രാഗം ഭാഷാംഗരാഗമാണ്. ഇതൊരു ദേശീയ രാഗമാണ്. ശൃംഗാരരസവും ഭക്തിരസവും ഇടകലർന്ന ഒരു രാഗമാണ് കാവി. ഉത്തരഭാരതത്തിൽ നിന്ന് വന്ന രാഗമായതുകൊണ്ട് ഇതിനെ ഹിന്ദുസ്ഥാൻ കാവി എന്നാണ് വിളിച്ചു വരുന്നത്. ആധുനിക ഹിന്ദുസ്ഥാനി കാവിയിൽ നിന്നും വ്യത്യസ്തമായ കാവിയാണ് കർണാടക കാവി. ഈ രാഗത്തിൽ ധാരാളം കൃതികൾ വാഗ്ഗേയകാരന്മാർ രചിച്ചിട്ടുണ്ട്. ഇന്ദസൗഖ്യമനിനെ എന്ന ത്യാഗരാജസ്വാമികളുടെ കൃതി, വിഹരമാനസ എന്ന കൃതി മിശ്രചാപ്പിലാണ്. അത് മഹാരാജാവ് സ്വാതി തിരുനാൾ കൽപ്പിച്ചുണ്ടാക്കിയതാണ്. മായാഗോപപാല എന്ന കൃതി KC കേശവപിള്ള രചിച്ചതാണ്. ഈ രാഗത്തിലെ ചില സഞ്ചാരങ്ങൾ നമുക്ക് വയലിനിൽ വായിച്ച് മനസ്സിലാക്കാം. ഈ പ്രയോഗത്തിൽ ശുദ്ധദൈവതം, കൈശികി നിഷാദം എന്നിവ വരുന്നുണ്ട്. ഈ പ്രയോഗത്തിൽ കാകള നിഷാദവും അവരോഹണത്തിൽ സമ്പൂർണ്ണ രാഗത്തിൻ്റെ കൈശികി നിഷാദവും വരുന്നുണ്ട്. ഇവിടെ അന്തരഗാന്ധാര പ്രയോഗവും വരുന്നുണ്ട്. ഈ രാഗത്തിനെ വയലിനിൽ മനസ്സിലാക്കാം.
ഈ രാഗത്തിൽ ധാരാളം ചലച്ചിത്ര ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്.